ഗൈസ് ഞാനാണെങ്കിൽ രാവിലെ എഴുതിട്ട് ഒട്ടും കുളിക്കാണ്ട് ഫ്രഷ് ആവാണ്ട് ഇവിടെ വീണ്ടും നടുവഴി വന്ന് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇല്ലത്തെ ബിഷൽ എന്താണെന്ന് നമുക്ക് എന്തായാലും നേരെ സാറിനെ വിളിക്കാം. അപ്പോൾ രോഹിത് എന്നാണ് ആ സാറിൻ്റെ പേര്. നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം. നമ്പർ ഇങ്ങനേക്കാളുടെ ആള് നമുക്കെന്തായാലും വിളിച്ചു നോക്കാം. ഗൈസ് നമ്മളോട് രോഹിത് സാർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ വണ്ടി ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ ഈ ഒരു സൈക്കിളും കൊണ്ട് നമുക്ക് അവിടം വരെ എത്താൻ പറ്റുന്നതാണ് സംശയമാണ്. കാരണം ഈ വണ്ടിക്കാണ് വലിയ സ്പീഡൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് വേഗം പറപ്പിച്ച് അവിടം വരെ എത്താം. അപ്പോൾ വേഗം പോവാം. ഗൈസ് ഞാൻ എങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ ഫുള്ളി ഗാർഡ്സൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്കത്തെ മതിൽ കാടി നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്കിവിടെ ഇറങ്ങി അങ്ങോട്ട് ചാടാം. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ ഇതിൻ്റെ പൊക്കത്തെത്തി തലയും കുത്തും താഴെ വീണു. എന്തായാലും എൻ്റെ ഒച്ച അങ്ങനെ ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേഗം എണീറ്റ് നമ്മുടെ പണി നോക്കാം. ഗൈസ് ഇതാണോ ആ വണ്ടി? ലംബോർഗിനി ആണല്ലോ. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് നമുക്ക് നേരെ ഇവിടുന്ന് സ്ഥലം വിടാം. മിക്കവാറും ഇപ്പോൾ പോലീസുകാർ അറിയും ഇവന്മാരൊരു മണ്ടന്മാരാണല്ലോ. എൻ്റെ ഉള്ളിൽ താക്കോലൊക്കെ വെച്ചിട്ട് പോയേക്കണു. എന്തായാലും നമുക്ക് വേഗം ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. പറപ്പിച്ചോ വേഗം പോവാം ഗൈസ്. അപ്പോൾ അവന്മാരിത് കണ്ടിട്ടുണ്ട്. അവന്മാർ ഇനി എൻ്റെ പുറകെ വെച്ച് പിടിക്കുമായിരിക്കും. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരെ കാട്ടിലോട്ട് ഇടിച്ചൊക്കെ കയറുന്നു. നമുക്കെന്തായാലും വേഗം ഇത് അവരെ രോഹിത് സാറിൻ്റെ ഒക്കെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാം. രോഹിത് സാറാണ് കള്ളന്മാരുടെ ഏറ്റവും വലിയ മാസ്റ്റർ. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടി അവിടെ എത്തിച്ചു കൊടുക്കണം. എന്തോരം പോലീസുകാരാ എല്ലാവരും നമ്മുടെ പുറകെ. വണ്ടിക്കാണ് കേടും ഗൈസ്. നമ്മളോട് രോഹിത് സാറ് പറഞ്ഞു നീയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്തായാലും കുറേ സമയം എടുക്കും. അതുകൊണ്ട് നീ വണ്ടി എവിടെ ഒളിപ്പിച്ച് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും ഈ ഒരു വണ്ടി എവിടെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.